100-700 വർഷം കൊടും കാടിനുള്ളിൽ മൂടപ്പെട്ട ക്ഷേത്ര സമുച്ചയങ്ങൾ സാഹസികനായ ഒരു സായിപ്പ് കുതിരസവാരിക്കിടെ കണ്ടെത്തുന്നു. അതിൻ്റെ ചുവർ നിറയെ ശില്പങ്ങൾ. വെറും ശില്പങ്ങളല്ല, മനുഷ്യൻ്റെ അതിവൈകാരികമായ സ്വകാര്യതയാണ് ചുവരുകളിൽ കൊത്തിവെച്ചിട്ടുള്ളത്. ഖജുരാഹോ അങ്ങനെ ലോകത്തിന് മുന്നിലേക്ക് വീണ്ടും എത്തുന്നു. വാരണാസിയിൽ നിന്നും ഖജുരാഹോയിലേക്കുള്ള യാത്ര തന്നെ സംഭവബഹുലമായിരുന്നു. 400 കിലോമീറ്ററോളം ദൂരം ഡ്രൈവ്. ഈ എപ്പിസോഡിൽ ഞങ്ങളുടെ യാത്രക്കിടയിലെ കുറച്ചധികം കാഴ്ചകളും പങ്കുവെക്കാനുണ്ട്. കാരണം വഴിതെറ്റി മധ്യപ്രദേശിലെ ഏതോ ഒരു ഗ്രാമത്തിലൂടെ ഞങ്ങൾക്ക് കുറേ അധിക നേരം ഡ്രൈവ് ചെയ്യേണ്ടി വന്നിരുന്നു. ചെറിയ വീടുകൾ നിരയായുള്ളൊരു സ്ഥലം, കഷ്ടി ഒരു വണ്ടിക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന വഴികൾ, മിക്കയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ റോഡ്. ഹൈവേയിൽ ഒരു ആക്സിഡൻറ്റ് നടന്നതുകൊണ്ട് വഴിതിരിച്ചു വിട്ടതാണ് സംഭവം. ഞങ്ങൾ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് ഡ്രൈവ് തുടരുന്നു. ഈ നാടിനെപ്പറ്റി, ഗ്രാമത്തെപ്പറ്റി കാര്യമായ ധാരണയുള്ള ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പോയാൽ പുറത്ത് കടക്കാനുള്ള വഴി കിട്ടുകയുള്ളൂ. അതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള റോഡുകളും വീടുകളുമാണ്. നമ്മളുടെ വണ്ടി കണ്ടപ്പോൾ വളരെ കൗതുകത്തോടെയും ഇതാരാണ് നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ഏരിയയിലേക്കൂടെയൊക്കെ വണ്ടി ഓടിക്കുന്നു എന്നുള്ള ഭാവത്തിൽ കുറേ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. കുറേ വീടിൻ്റെ മുന്നിലൂടെയും അടുക്കളപ്പുറത്തൂടെയൊക്കെ ഞങ്ങൾ മെല്ലെ 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 പ്രതീക്ഷയോടെ ഖജുരാഹോ ലക്ഷ്യമാക്കി ഡ്രൈവ് തുടർന്നു. ഈ ഭാഗത്തൊരു ആക്സിഡൻറ്റ് നടന്നതുകൊണ്ടും ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചതുകൊണ്ടും ഞങ്ങൾക്ക് ഈ നാടിൻ്റെ യഥാർത്ഥ ചിത്രം കൃത്യമായി നേരിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റി. കുറേ അധിക ദൂരം ഞങ്ങൾ ഈ വഴിയിലൂടെയൊക്കെ വട്ടം കറങ്ങി. ചില ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളിലെ ലൊക്കേഷനിലൂടെയാണോ ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതെന്ന് പോലും തോന്നിപ്പോയി. ഒരു വളവ് കഴിയുമ്പോൾ അടുത്തത്, അങ്ങനെ അങ്ങനെ. ഈ നാട്ടിലെ ആളുകൾക്കെല്ലാം എന്തായാലും ഒരു പൊതു സ്വഭാവം ഉണ്ടാകും. ഇവരുടെ പരിധിയിൽപ്പെടാത്തൊരു വാഹനം, അതും രജിസ്ട്രേഷൻ പോലും വേറെ നാട്ടിൽ നിന്നുള്ള ഇതുപോലൊരു വണ്ടി, ഇവരുടെ പടിയും കടന്ന് മെല്ലെ പോവുക. ഇവർ ആരാണ്, എന്തിനാണ് ഇവർ ഇവിടെ കടന്ന് ഇങ്ങനെ കറങ്ങുന്നതെന്നൊക്കെ നാട്ടുകാർ വിചാരിക്കുന്നുണ്ടോ തുടങ്ങിയ തോന്നലെല്ലാം ഞങ്ങളുടെ മനസ്സിലൂടെ മിന്നി മാഞ്ഞു. കാരണം ഹൈവേയിൽ ബ്ലോക്കായി വഴിതിരിഞ്ഞു പോയ വേറൊരു വാഹനവും ഞങ്ങളുടെ മുന്നിലോ പിന്നിലോ ഇല്ല. എന്തായാലും ആ നാടിൻ്റെ യഥാർത്ഥ പൾസ് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ മെല്ലെ ഡ്രൈവ് തുടർന്നു. മധ്യപ്രദേശിലെ ഒരു ടിപ്പിക്കൽ ഗ്രാമത്തിൻ്റെ ചിത്രം കാണിക്കാൻ വേണ്ടിയാണ് വണ്ടിയിൽ നിന്നുള്ള വിഷ്വൽസ് കുറച്ചധികം നേരം പങ്കുവെക്കുന്നത്. പല സ്ഥലങ്ങളിലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് കടന്നു പോകാൻ കഴിഞ്ഞത് തന്നെ. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ ഒരു കാറിലോ മറ്റോ ആയിരുന്നു ഞങ്ങളുടെ യാത്രയെങ്കിൽ ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയേനെ. ചെറിയ കൽപ്പടികളും ചാലുകളും ഒന്നും ഞങ്ങളെ അറിയിക്കാതെ താർ ഞങ്ങളെയും കൊണ്ട് മുന്നോട്ട് നിന്നു. യാത്രകളുടെ ഏറ്റവും രസമുള്ള ചില മുഹൂർത്തങ്ങളാണ് ഇങ്ങനെ നാട്ടിൻപുറങ്ങളിലൂടെയുള്ള ഡ്രൈവിൽ കിട്ടുന്നത്. പോയിന്റ് എ ടു ബി മെയിൻ ഹൈവേയിലൂടെ മാത്രം ഡ്രൈവ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾക്ക് ഇത്തരം കാഴ്ചകളെല്ലാം മിസ്സായി പോകും. നല്ല സൂര്യപ്രകാശമുള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ കാഴ്ചകൾക്ക് നല്ല ക്ലാരിറ്റിയുമുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ. സന്ധ്യയോടെയാണ് ഞങ്ങൾക്ക് ഖജുരാഹോയിൽ എത്തിച്ചേരാനായത്. രാവിലെ തന്നെ എണീറ്റ് ക്ഷേത്രത്തിലെ കാഴ്ചകൾ കാണാനായി ഞങ്ങൾ ഇറങ്ങി. ഇവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുന്നത്. ഖജുരാഹോ ഒരു വലിയ ക്ഷേത്രമല്ല, ഒരു വലിയ പ്രദേശത്താകെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുടെ സമുച്ചയങ്ങൾ. 20ഓളം ക്ഷേത്രങ്ങൾ ഇവിടെ ഇപ്പോഴും പൊട്ടാതെയും പൊളിയാതെയും ബാക്കിയായിട്ടുണ്ട്. 83ഓളം ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതായി കണ്ടെത്താനായിട്ടുണ്ട്. വാസ്തുവിദ്യ കൊണ്ട് നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും വിധത്തിലുള്ളതാണ് ഇവിടെയുള്ള ഓരോന്നും. ഹിന്ദു ജൈന ക്ഷേത്രങ്ങൾ. ശില്പകല കൊണ്ടും വാസ്തുവിദ്യ കൊണ്ടും നിർമ്മിതികളിലെ പ്രത്യേകത കൊണ്ടും ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾക്കെല്ലാം ഒരു യുണീക്നെസ് ഉണ്ട്. എന്നിട്ടും ഖജുരാഹോ എന്തുകൊണ്ടാണ് ഇവയിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ക്ഷേത്ര ചുവരുകളിലെ കൊത്തുപണികളിലെ പ്രത്യേകത കൊണ്ടാണെന്ന് പറയേണ്ടി വരും. അത് പ്രധാനമായും വളരെ സ്വകാര്യമായ മനുഷ്യ വികാരപ്രകടനങ്ങളുടെ ചിത്രങ്ങളാണ്. ഖജുരാഹോയിലേക്ക് പ്രവേശിക്കും മുമ്പ് തന്നെ ഗൈഡുമാർ നമ്മളെ വളഞ്ഞിട്ടുണ്ടാകും. കാമസൂത്ര കൊത്തിവെക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്ര ചുവരുകൾ, അതായിരിക്കും അവർ നമ്മളോട് ആദ്യം പറയുക. ശരിയാണ്, മറ്റെങ്ങും നമുക്ക് അത്തരത്തിലുള്ള ഡീറ്റെയിലിംഗ് കാണാൻ കഴിഞ്ഞു വരില്ല. CE 885-നും 1000-നും ഇടയിൽ ചന്ദേല രാജവംശത്തിന് കീഴിലാണ് ഈ ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ കാലത്തെ മനുഷ്യരുടെ മനോവിചാരങ്ങൾ തന്നെയാണ് അത്യധികമായി ഇന്നുമുള്ളതെന്ന് നമുക്ക് പറയാതെ പറയേണ്ടി വരും ഈ ശില്പങ്ങൾ കാണുമ്പോൾ. യെസ്, ഖജുരാഹോ നമ്മൾ ചിന്തിക്കുന്നതിനും എത്രയോ അപ്പുറമാണ്.
ഖജുരാഹോയെ പറ്റി എടുത്തു വരേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയധികം വൃത്തിയും വെടിപ്പോടും കൂടി പരിപാലിക്കപ്പെടുന്ന മറ്റൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനോ പൈതൃക കേന്ദ്രമോ ഒന്നും ഇന്ത്യയിൽ വേറെ ഒരു സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റില്ല. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രം, ഇത് വൃത്തിയാക്കാൻ ചുമതലപ്പെട്ടവർ അത് ചെയ്യുന്നത് തന്നെ വളരെ കലാപരമായിട്ടാണ്. മുക്കും മൂലയും വേണ്ട ശില്പങ്ങളുടെ ചെറുതായി ഇളകിയ ഭാഗങ്ങൾ പോലും ഏറ്റവും സൂക്ഷ്മതയിൽ വൃത്തിയാക്കി ഒട്ടിച്ച് പരിപാലിക്കുന്നതെല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞാലും തീരില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് മെല്ലെ യാത്ര തിരിക്കുന്നു. വൈകുന്നേരത്തോടെ ഗ്വാളിയോറിലേക്ക് എത്താനാണ് പരിപാടി. ഗ്വാളിയോറിലേക്ക് 255 കിലോമീറ്റർ. നല്ല റോഡാണ്. ഈ റൂട്ടിലും ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. തുടക്കത്തിൽ പറഞ്ഞ പോലെ വണ്ടിയിൽ നിന്നുള്ള കുറച്ചധികം വിഷ്വൽസ് കൂടി ഈ സ്ട്രെച്ചിലും ഉൾപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകതരം റോഡുകളിലൂടെയുള്ള യാത്ര. കോട്ടകളുടെ നഗരമാണിത്. ഒരു ഭാഗം വലിയ കരിങ്കൽ മലകൾ, മറ്റൊരു ഭാഗം വലിയ താഴ്ച, ഇടയിലൂടെയുള്ള റോഡിലൂടെ നല്ല ഡ്രൈവ്, എല്ലാം പുതുമയുള്ള കാഴ്ചകളാണ്. വൈകുന്നേരത്തോടെ ഞങ്ങൾ ഗ്വാളിയോറിലെത്തി. ഒരുപാട് പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആ കോട്ടയുടെ അകത്തളത്തിലേക്ക് ഞങ്ങളുടെ വാഹനവുമായി മെല്ലെ പ്രവേശിക്കുകയാണ്. ഒരുപാട് പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കോട്ട, ഒരുപാട് ആഘോഷങ്ങൾക്ക് വേദിയായ കോട്ട, അതിൻ്റെ നിർമ്മിതി ആരെയും ഞെട്ടിക്കുന്നതാണ്. ഈ പാറപ്പുറത്ത് ശത്രുക്കളുടെ നീക്കം എളുപ്പത്തിൽ മനസ്സിലാക്കി എത്ര ദൂരെ നിന്നും നിറയൊഴിക്കാൻ തക്ക രീതിയിൽ നിർമ്മിച്ചത്. അവിടെ നിന്നും ഗ്വാളിയോർ പട്ടണത്തിലേക്കുള്ള ഒരു പനോരമിക് വ്യൂ, അതൊരൊന്നൊന്നര കാഴ്ച തന്നെയാണ്. യാത്ര തുടരുന്നു. നന്ദി.